ഡീസൽ വില വർധനവിൽ നട്ടലൊടിഞ്ഞ മത്സ്യബന്ധന മേഖലയ്ക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇരുട്ടടിയായി മാറുന്നു. ഈ സീസണിലെ അവസാന ദിവസങ്ങളിൽ കടലിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മീൻപിടുത്ത ബോട്ടുകളും വള്ളങ്ങളും. മത്സ്യലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 2 മാസമായി മിക്ക ബോട്ടുകളും കടലിൽ പോകാതെ തീരത്ത് വിശ്രമത്തിലാണ്. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കടൽക്കാറ്റും മത്സ്യലഭ്യത കുറവും ഡീസൽ വില വർധനയും. കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനമായ ഡീസലിൻ്റെ ക്രമാതീതമായ വിലവർധനവും മത്സ്യലഭ്യതക്കുറവ് മൂലം ജില്ലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും മത്സ്യമേഖലയിൽ ഡീസലിന് സബ്സിഡി നൽകുന്നുണ്ടെങ്കിലും കേരളത്തിലെ മത്സ്യബന്ധന യാനങ്ങൾക്ക് സർക്കാർ സബ്സിഡി നൽകാത്തതാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. 100 രൂപയിൽ താഴെ വിലയുള്ള മത്സ്യങ്ങൾ മാത്രം ലഭിക്കുന്നതിനാൽ നഷ്ടക്കണക്കുകൾ മാത്രമാണ് തീരത്തിന് പറയാനുള്ളത്. ബോട്ടുകൾ കടലിലിറങ്ങി മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും 50,000 രൂപയോളമാണ് ഇന്ധന ചെലവിന് മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നത്. വലിയ ബോട്ടുകൾ ദിവസങ്ങളോളം കടലിൽ തങ്ങിയാണ് മീൻ പിടിക്കുന്നത്. പലപ്പോഴും ഇന്ധന ചെലവ് പോലും തിരികെ പിടിക്കാൻ കഴിയാതെ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഡീസൽ വില വർധനവ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി കടൽ പ്രക്ഷുബ്ധമായതിനാലും കാലാവസ്ഥാ മുന്നറിയിപ്പ് മൂലവും ബോട്ടുകൾ മിക്കപ്പോഴും തീരത്ത് തന്നെ കെട്ടിയിടുകയായിരുന്നു. ഇതോടെ ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ പലപ്പോഴും ആളൊഴിഞ്ഞ പ്രതീതിയിലാണ്. NCV ന്യൂസ്, പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.